ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസോൺ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന കമ്മീഷൻ യോഗത്തിൽ 171 തസ്തികകളിലേക്ക് എന്താ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യേണ്ട തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ സിവില്, ഇലക്ട്രിക്കല്, മെക്കാനിക്കൽ കഴിഞ്ഞവർക്കൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ സിവിലും സിവിലും മെക്കും കഴിഞ്ഞവർക്ക് KWA നോട്ടിഫിക്കേഷനാണ് ഏറ്റവും അവർ നോക്കിക്കൊണ്ടിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അത് എന്തായാലും വരുന്നുണ്ടാവും. ഈ മാസം ഡിസംബർ 31 നോട്ടിഫിക്കേഷനിൽ വരുന്നുണ്ടാവും. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 വരുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ സോയിൽ സർവേ, സോയിൽ കൺസർവേഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സോയിൽ കൺസർവേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. പിന്നെ നമുക്കവിടെ ഒരു സൂപ്രണ്ട് ഓഫ് സർവേ ഉണ്ടാവും, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡിങ്സിൽ. പിന്നെ നമുക്കവിടെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസീ ഗ്രേഡ് 1, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവില്. ഓക്കെ. പിന്നെ നമ്മളവിടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഓക്കെ. പിന്നെ അവിടെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ. ഓക്കെ. എല്ലാവരും കുറെ പേര് നോക്കിക്കൊണ്ടിരുന്ന ഒരു പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ. അത് തസ്തിക മാറ്റം മുഖേന എന്നാ പറയുന്നത്. പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ ലോവർ കാറ്റഗറിയിൽ ജീവനക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനം. അവിടെ നമുക്കൊന്ന് ക്ലാരിറ്റി വരുത്താനുണ്ട്. പിന്നെ ഓയിൽ പാം ഇന്ത്യയിൽ മെക്കാനിക്കൽ അസിസ്റ്റന്റ്, പവർ പ്ലാന്റ് അസിസ്റ്റന്റ്, ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ. പിന്നെ നമുക്കവിടെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2. ഓക്കെ. പിന്നെ അവിടെ ജൂനിയർ ഇൻസ്ട്രക്ടർ. ഓക്കെ. പിന്നെ നമുക്ക് അവിടെ ഇല്ല സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ. ഓക്കെ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, മേസണറി. പിന്നെ അവിടെ ഗ്രൗണ്ട് വാട്ടർ വകുപ്പിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ. സിവിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നാണ്. മേ ബി അത് ബൈ ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ അത് ഇലക്ട്രിക്കൽ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കേരളത്തിലെ സർവകലാശാലകളിൽ ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ. ഓക്കെ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെ ജില്ലാ തലത്തിൽ വരുവാണെങ്കിൽ KSC ഇലക്ട്രിസിറ്റി വിങ് ഓഫ് തൃശ്ശൂരിൽ സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ ഡീറ്റെയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ കൂടുതൽ വീഡിയോസ് നമുക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.